നമസ്കാരം. മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമ്മിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. 1938 സ്വാതന്ത്ര്യത്തിന് മുൻപ് ദിവാനാണ് നെട്ടൂരം കൊടുത്തത് കേരളത്തിലെ കലാലയങ്ങളിലും സ്കൂളുകളിലും രാഷ്ട്രീയ പ്രവർത്തനം നിരോധിക്കണം. എന്നാൽ നിരോധിച്ചപ്പോഴേക്കെല്ലാം ശക്തമായി തിരിച്ചുവന്ന ചരിത്രമാണ് കേരളത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടേത്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ 1972, പിന്നീട് 78, പിന്നീട് അതിനുശേഷം സോജൻ ഫ്രാൻസിസ് കേസിലടക്കം കേരളത്തിൽ കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോഴെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ ഒരുമിച്ച് ശക്തമായി ആ വാദങ്ങളെ എതിർത്തു. എന്നാൽ ഇതാ ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു. കേരളത്തിൽ കലാലയങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നിരോധിക്കണം എന്നുള്ള ഹൈക്കോടതിയുടെ പരാമർശത്തിന്മേൽ നിയന്ത്രിക്കും ഞങ്ങൾ, CCTV ക്യാമറ തന്നെ ഘടിപ്പിച്ച് കേരളത്തിലെ കലാലയങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നിയന്ത്രിക്കുമെന്ന് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു. KSUവും ABVPയും SFIയും അടങ്ങുന്ന സംഘടനകൾ സർവകലാശാല ചട്ടമനുസരിച്ച് യാതൊരു തരത്തിലും അംഗീകൃത സ്ഥാപനങ്ങളോ അംഗീകൃത സംഘടനകളോ അല്ലെന്ന് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. കോളിളക്കമുണ്ടാക്കിയേക്കാവുന്ന ഇങ്ങനൊരു സത്യവാങ്മൂലം വന്നിട്ടും എന്തുകൊണ്ട് കൃത്യമായി നമ്മളുടെ സംഘടനകൾ പ്രതികരിക്കുന്നില്ല, അഥവാ ആവശ്യത്തിന് ചർച്ചകൾ ഉണ്ടാവുന്നില്ല? ഈ അവസരത്തിൽ ഞങ്ങൾ അന്വേഷിക്കുന്നു, കേരള സമ്മിറ്റിൽ പഠിപ്പ് മുടക്കണോ മിടുക്കനാകാൻ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്: SIO സംസ്ഥാന സെക്രട്ടറി സഫീഷ KV, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രോഹിത്, SFI സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ, MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R അശ്വിൻ, ഗുരുവായൂരപ്പൻ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുനിത TV, ഗുരുവായൂരപ്പൻ കോളേജ് എക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അനിൽ വർമ്മ, പഠിപ്പ് മുടക്കി സമരത്തിനെതിരെ കോടതിയെ സമീപിച്ച N പ്രകാശ്, മെഡിക്കൽ സ്റ്റുഡന്റും വിക്കിപീഡിയ എഡിറ്ററുമായ നദാ ഹുസൈൻ, ചരിത്രമുറങ്ങുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ തന്നെ വ്യക്തമായ ഏടുകളുള്ള ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ പ്രകാശിനോട്. പ്രകാശ് 2013 കോടതിയിൽ പോയ ഒരു കേസിന്മേലാണ് ഇത്തവണ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ ഹർജി കൊടുക്കാനുള്ള ആസ്പദമായ വിധി വന്നിരിക്കുന്നത്. എന്തായിരുന്നു എറണാകുളം ലോ കോളേജിലെ വിദ്യാർത്ഥിയായ താങ്കൾ അന്ന് 2013 ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാനിടയായ സാഹചര്യം? 2013 2011 ഞാൻ കേസ് കൊടുത്തത്. 13 വിധി വന്നത്. 2011 ലോ കോളേജിൽ ക്ലാസ്സുകൾ തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 9 മുതൽ 3:30 വരെയാണ് കോളേജ് ടൈം. 3:30 മണി കഴിഞ്ഞാൽ ക്യാമ്പസിലെ കുട്ടികൾ പുറത്തു പോകാതെ 5 KSUവിൻ്റെ നേതാക്കന്മാർ അവിടെ ഇരുന്ന് മദ്യം കഴിച്ചപ്പോൾ പ്രിൻസിപ്പൽ ഇൻചാർജ് പറഞ്ഞു, ഇവിടെ ക്യാമ്പസിന് ഇരുന്ന് മദ്യപിക്കാൻ പാടില്ല, പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിദ്യാർത്ഥി നേതാക്കന്മാർ പുറത്തു പോവാതെ ഈ പ്രിൻസിപ്പൽ ഇൻചാർജിനെ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുകയും അദ്ദേഹത്തിന് SMS വഴി വളരെ സെക്സി ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയും ചെയ്തു. പിറ്റേ ദിവസം സ്റ്റാഫ് കൗൺസിൽ കൂടി ആ വിദ്യാർത്ഥികളെ അതിൽ 3 പേരെ സസ്പെൻഡ് ചെയ്തു. ഈ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് 1.5 മാസത്തോളം അവിടെ സമരമായിരുന്നു. ദിവസവും 9:00 ക്ലാസ് തുടങ്ങിയാൽ 10 മണിയാകുമ്പോഴത്തേക്കും സമരം വിളിച്ച് എല്ലാ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സോജൻ ഫ്രാൻസിസ് കേസിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥി സമരം മൂലം ക്ലാസ്സുകൾ നഷ്ടപ്പെടരുത് എന്ന ആവശ്യമായിട്ടാണ് ഞാൻ പോയത്. വിദ്യാർത്ഥി സംഘടനയെ നിരോധിക്കണമെന്നുള്ള എൻ്റെ ഒരു ആവശ്യമല്ലായിരുന്നു. പഠിപ്പ് മുടക്കുമ്പോഴും ക്ലാസ് നഷ്ടപ്പെടരുത്, അതായിരുന്നു എൻ്റെ ആവശ്യം. അതായത് ഏകദേശം എത്ര ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? 1.5 മാസം, 45 ദിവസം കണ്ടിന്യൂസ് സ്ട്രൈക്ക് ആയിരുന്നു. 90 വർക്കിംഗ് ഡേയ്സ് വേണ്ട ഒരു സെമസ്റ്ററിൽ 45 ദിവസം അടുപ്പിച്ച് സമരമായിരുന്നു. സോജൻ ഫ്രാൻസിസ് കേസിൽ സംഘടനകളെ വേണ്ടി വന്നാൽ നിരോധിക്കാനുള്ള അവകാശം സംഘടനകളുടെ അല്ലെങ്കിൽ കോളേജുകളുടെ അധികാരികൾക്ക് കൊടുത്തിരുന്നു. അപ്പം സംഘടനകളെ നിരോധിക്കണമെന്നായിരുന്നില്ല പ്രകാശ്? അല്ല, എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പ് മുടക്കും മൂലം ക്ലാസ് നഷ്ടപ്പെടാൻ പാടില്ല. റൈറ്റ്. ഞാൻ രോഹിത്തിലേക്ക് വരികയാണ്. രോഹിത്, KSUവിൻ്റെ പേര് പരാമർശിച്ചതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഈ കേസിൽ നിങ്ങളുടെ കക്ഷികൾ ആരും തന്നെ, അഡ്വക്കേറ്റ് ആരും തന്നെ ഹാജരായില്ല എന്നുകൂടി ഈ വിധി വായിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇതാണ്: വി ആർ ഷോക്ക്ഡ് ടു സീ ദാറ്റ് വൺ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിറ്റീറിയേറ്റഡ് ടു സച്ച് എ സിറ്റുവേഷൻ. അതിന് കാരണക്കാരായി ഒരു സംഘടന പ്രവർത്തിക്കുന്നുവെന്നാണ്. SFIയും ABVPയും എല്ലാം ചർച്ചയിൽ വരും.
നിങ്ങളുടെ പേര് സ്വാഭാവികമായും റെസ്പോണ്ടന്റ് നിങ്ങളായതുകൊണ്ട് നിങ്ങളുടെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ കോടതി ഇങ്ങനൊരു പരാമർശം നടത്തിയിരിക്കുന്നു. ഇത്രയും അവസ്ഥയിലേക്ക് ഈ സംഘടന പോകാനുള്ള കാരണം എന്താണ്? അത് നമ്പർ 1. നമ്പർ 2, പ്രകാശിൻ്റെ ഈ അപേക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണമുണ്ടോ? എറണാകുളം ലോ കോളേജിലെ ഒരു സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള സത്യവാങ്മൂലം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ലോ കോളേജിൽ ഇപ്പോൾ KSUവിൻ്റെ പേര് പറഞ്ഞു. ഇവിടെ മദ്യപിച്ചു അല്ലെങ്കിൽ അധ്യാപകനെതിരെ മോശമായി പെരുമാറി എന്നതിൻ്റെ പേരിലല്ല അവിടെ അതിൻ്റെ സംഭവങ്ങളുടെ തുടക്കമുള്ളത്. സംഘടനാ പ്രവർത്തനം നടത്തി എന്നതിൻ്റെ പേരിൽ ഏകപക്ഷീയമായിട്ട് ചില അധ്യാപകരുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ സുമേഷ് പി സോമൻ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ അറ്റൻഡൻസ് ഷോർട്ടേജുമായി ബന്ധപ്പെട്ട ഒരു അധ്യാപകനെ സംസാരിക്കുന്ന സമയത്ത് അധ്യാപകൻ പറയുന്നൊരു കാര്യം, നിങ്ങളൊക്കെ പഠിക്കാൻ വരുന്നത് കേവലം അവിടുത്തെ ഈ പറഞ്ഞ സ്റ്റൈപ്പൻ കിട്ടാൻ വേണ്ടിയാണ്. ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട, ഞാൻ ജാതി പറയുന്നില്ല, പെട്ട കുട്ടിയോട് പറയുകയാണ്, സ്റ്റൈപ്പൻ മേടിക്കാൻ വരുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് അറ്റൻഡൻസ് വേണ്ട, നിങ്ങളോട് പഠിക്കേണ്ട എന്നൊരു സമീപനം സ്വീകരിക്കുമ്പോൾ KSU അടക്കമുള്ള സംഘടനകൾ സമരം ഏറ്റെടുക്കുക. ഇത്തരത്തിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് നടപടി വേണമെന്ന് പറഞ്ഞിട്ട് സമരം ഏറ്റെടുക്കുന്നത്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ചേർന്നുകൊണ്ട് സമരം ഏറ്റെടുത്തതിൻ്റെ പേരിലാണ് നിരന്തരമായിട്ട് അവിടെ സമരം 1.5 മാസത്തോളം സമരം നടന്നത്. അതൊരൊറ്റപ്പെട്ട സംഭവമാണ്. ആ ഒറ്റപ്പെട്ട സംഭവത്തെ നമ്മൾ പ്രതികരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നു നമുക്ക് വ്യാഖ്യാനിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് KSUവിന് ഇത്തരത്തിൽ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അത്തരമൊരു വിഷയം അവിടെ വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു, അതിൻ്റെ പേരിൽ KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം ഏറ്റെടുത്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെ തുടർന്ന് വന്ന സംഭവമായിരിക്കാം പ്രകാശ് ഒരു പക്ഷേ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ കോടതിയിൽ കേസ് വാദിക്കാൻ പോയില്ല? നിങ്ങളുടെ ഭാഗം ആരും പ്രതിനിധീകരിച്ച് കണ്ടില്ല. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് KSUവിൻ്റെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസുമായി പോയിട്ടുണ്ടെന്നാണ്. അവസാനം വീഴ്ച സംഭവിച്ചുകൊണ്ടെന്ന് പരിശോധിക്കേണ്ട വസ്തുതയാണ്. ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ വലിയ സമരങ്ങളാണ്, അക്രമങ്ങളാണെന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ ഇദ്ദേഹം പഠിക്കുന്ന കോളേജിൻ്റെ തൊട്ടപ്പുറത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസ് ഉണ്ട്, മഹാരാജാസ് കോളേജിൽ. ആ കോളേജിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു സമരം നടക്കുന്നുണ്ട്. ആ സമരം ഏതെങ്കിലും അനാവശ്യ സമരമാണെന്ന് ഇവരാരും സൂചിപ്പിക്കില്ല. അവിടെ ഞങ്ങൾ നടത്തിയ സമരം എന്ന് പറയുന്നത് SFI ഉൾപ്പെടെയുള്ള സംഘടന നടത്തുന്ന സമരമാണ്. ഞങ്ങൾ നടത്തിയ സമരം എന്നൊരു കഞ്ചാവ് മാഫിയക്കെതിരെയുള്ള സമരമാണ്. ആ ക്യാമ്പസിനകത്ത് വലിയ രീതിയിൽ മയക്കുമരുന്ന്, മദ്യമാഫിയകൾ, കഞ്ചാവ് മാഫിയകൾ ആ ക്യാമ്പസിനെ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളാണ് അവിടെ വിദ്യാർത്ഥി പ്രതിരോധം സൃഷ്ടിച്ചത്. ആ സമരത്തെ ഇവർ കാണുന്നില്ല. മറിച്ച് ഏതെങ്കിലും ന്യായമായ ഒരു വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ചിലപ്പോൾ 1.5 മാസം സമരം നടത്തുന്നുണ്ടാവും. ആ സമരത്തിന്റെ ഉദ്ദേശശക്തി നമ്മൾ പരിശോധിക്കണം. എന്തിനു വേണ്ടിയാണ് സമരം ഏറ്റെടുത്തത്? ന്യായമാണോ അന്യായമാണോ എന്ന് പരിശോധിക്കണം. ഒന്നുകൂടി എനിക്ക് പ്രകാശ് പോകണം, ബാക്കി അത് കഴിഞ്ഞ് പാനലിസ്റ്റിലേക്ക് വരാം. ഈ ജഡ്ജ്മെന്റിൽ പാരഗ്രാഫ് 4 ഡിവിഷൻ ബെഞ്ച് ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഈസ് ഫൈൽഡ് ഓൺ ബിഹാഫ് ഓഫ് ദി ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഇന്റർ ആലിയ സ്റ്റേറ്റിംഗ് ദാറ്റ് ഓൺ 22/6/2012 ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 2013 നടക്കുന്ന സംഭവമാണ്. ഇത് അതിന് മുമ്പുള്ള സംഭവമാണ്. Some untoward incidents happened in the campus in which 4 students were allegedly involved in consumption of alcohol inside the campus. കോടതി വിധിയാണ് രോഹിത്. കോടതി വിധിയുടെ ഭാഗമാണ്. When they were questioned by the faculty in charge of the principal, he was shoved with abusive language by one of the students. Further, they caused obstruction to the discharge of lawful duties by the principal. On 23/6/2012, those students were suspended and necessary disciplinary action was initiated. An inquiry committee was formed and... Fine. Okay. ഇങ്ങനെയൊക്കെ വിധി വരാനുള്ള കാരണം നിങ്ങളുടെ ഭാഗം കോടതിക്ക് കേൾക്കാനുള്ള അവസരം കൊടുത്തില്ലെന്ന് കൂടി വിധിയിൽ പറയുന്നുണ്ട്. നിങ്ങൾ പോയില്ല കോടതിയിൽ വക്കീലിനെ പോലും വെച്ചിട്ടില്ല. അതായത് നമ്മുടെ ചർച്ചയുടെ ആദ്യഘട്ടത്തിലെ ചോദ്യം ഇവിടെയാണ്. കേരളത്തിൽ ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിന് കാരണക്കാർ KSU തന്നെയാണ്. അല്ല, അങ്ങനെ നമുക്ക് തർപ്പിച്ചൊരു വിധി നമ്മുടെ KSUവിന് മാത്രമായിട്ട് അതിനകത്ത് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ഞാൻ നേരത്തെ വീണ്ടും സൂചിപ്പിക്കുകയാണ്, എറണാകുളം ലോ കോളേജിലെ ഒറ്റപ്പെട്ട സംഭവത്തിൽ കോടതി സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ കൊടുത്തൊരു സത്യവാങ്മൂലമാണ്. ഇത് സർക്കാരിൻ്റെ നയമായിട്ട് ഞങ്ങളാരും കാണുന്നില്ല. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം സംരക്ഷിക്കപ്പെടണമെന്നാണ് KSUവിൻ്റെയും ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും നിലപാടെന്നാണ്. ഒരിക്കലും കേരളത്തിലെ സർക്കാർ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കും അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നു ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. നമുക്ക് ഈ വിഷയത്തിൽ തന്നെ തിരിച്ചു വരേണ്ടതുണ്ട്. SFIയുടെ പ്രസിഡന്റ് ഉണ്ട്. അങ്ങ് ദേശാഭിമാനിയിൽ എഴുതിയ ആർട്ടിക്കിൾ വായിച്ചു. വളരെ മനോഹരമായ ആർട്ടിക്കിൾ. അങ്ങ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. രാഷ്ട്രീയം പിൻവാങ്ങുന്നിടത്ത് മറ്റ് ശക്തികൾ വരാനുള്ള സാഹചര്യമുണ്ട്. സ്വാഭാവികമായും വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ട വിദ്യാർത്ഥിക്ക് സംഘടനാ പ്രവർത്തനത്തിനുള്ള അവകാശമുണ്ട്. കോടതി പറയുന്നു ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമായ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് പ്രധാനമായുമുള്ള ഫണ്ടമെന്റൽ റൈറ്റ് കോടതി അംഗീകരിച്ചിരിക്കുന്നത്. അത് തടസ്സപ്പെടുത്തുന്ന പഠിപ്പ് മുടക്ക് അത് SFI ചെയ്താലും KSU ചെയ്താലും നിരോധിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളെവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ അത് അപലപിക്കേണ്ടത് തന്നെയാണ്.
അതിനെ സംബന്ധിച്ച പരിഹാരങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ കൂട്ടായി പരിഹരിക്കുകയാണ് വേണ്ടത്. പക്ഷേ രാജ്യത്തിൻ്റെ ഭരണഘടനയിലെ അനുച്ഛേദം 19 കൃത്യമായി പറയുന്നുണ്ട് സംഘടനകൾ രൂപീകരിക്കാനുള്ള പൗരൻ്റെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ആ സംഘടനകളിലെ അംഗങ്ങളാക്കാനുള്ള സ്വാതന്ത്ര്യം, നിരായുധരായും സമാധാനപരമായും സംഘടിക്കാനും സംഘം ചേരാനുമുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. ഇതിൻ്റെ എല്ലാം റീസണബിൾ റെസ്ട്രിക്ഷന്റെ പരിധിക്കുള്ളിലാണ്. റീസണബിൾ റെസ്ട്രിക്ഷൻ അതിൻ്റെ ഗ്രൗണ്ട് പരിശോധിച്ചാൽ രാജ്യദ്രോഹമാകാം, അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നയതന്ത്ര പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ രാജ്യത്തെ പൗരന്മാരെ ആകെ ബാധിക്കുന്ന പ്രശ്നങ്ങളാകാം. ഇതെല്ലാം ഇതിൻ്റെ ഗ്രൗണ്ട് തന്നെയാണ്. പക്ഷേ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വേണ്ട ഒരു ക്യാമ്പസിൽ പുറത്ത് നാളെ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട, തൊഴിലാളി സംഘടനകൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എത്തിച്ചേരുന്നത് ഒരു ഏകാധിപത്യത്തെക്കുറിച്ചും അതിൻ്റെ ഫാസിസ്റ്റ് ഐഡിയോളജിയെക്കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം മുന്നോട്ട് പോവുക തന്നെ വേണം. മറ്റൊന്നും ഇവിടെ ആര് വിചാരിച്ചാലും വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യമൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം 1936 ഇന്ത്യയിലെ സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ച് പോകണമെന്ന് പറഞ്ഞത് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മഹാത്മാഗാന്ധിയെപ്പോലുള്ള ആളുകളാണ്. അപ്പോൾ അവരെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു മഹത്തായ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം. കോടതിയുടെ പരാമർശത്തിൽ ഇത് പറയുന്നുണ്ട്. ഇന്ന് വിദ്യാർത്ഥികൾ നടത്തുന്ന സംഘടനാ പ്രവർത്തനം മറ്റൊരു സ്വാതന്ത്ര്യ സമരമായി പരിഗണിക്കാനാവില്ല എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം രൂപം കൊണ്ട ലിങ്ഡോ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിവരയിടുന്നുണ്ട് വിദ്യാർത്ഥി യൂണിയനുകളുടെ പ്രവർത്തനം, ജനാധിപത്യ വേദികളുടെ പ്രവർത്തനം. ഇത് ഒരു വ്യക്തിയെ, ഒരു വിദ്യാർത്ഥിയെ സമഗ്രമായി വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഉത്തരേന്ത്യയിലെ ക്യാമ്പസുകളിലേക്കും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ക്യാമ്പസുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ഗഫൂറിലേക്ക് ഏറ്റവും ഒടുവിൽ വരാം. ഈ വ്യത്യസ്ത വിദ്യാർത്ഥി പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അശ്വിൻ, ABVP എന്ന സംഘടന കേരളത്തിൽ ശക്തമായ സ്വാധീനം ചില ക്യാമ്പസുകളിൽ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് വേദികളിലോ ഈ സർവകലാശാലകളിലോ കാര്യമായ പ്രാതിനിധ്യവുമില്ല. എങ്കിലും നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വളരെ പവർഫുള്ളാണ്. അറിയേണ്ടത് ഇതേ കാര്യം തന്നെയാണ് നിങ്ങളോടും ചോദിക്കാനുള്ളത്. 90 ദിവസം അധ്യയനം നടക്കേണ്ട ഒരു ക്യാമ്പസിൽ, അത് ഗുരുവായൂരപ്പൻ കോളേജ് ആകട്ടെ മറ്റൊരു ക്യാമ്പസ് ആവട്ടെ, 48 ദിവസം മാത്രം അധ്യയനം നടത്തുന്ന ഒരവസ്ഥ, അത് എത്രമാത്രം വിദ്യാഭ്യാസത്തിന്, ഉന്നത വിദ്യാഭ്യാസത്തിന് ഗുണം ചെയ്യും? ഒന്ന്, ഈ അനാവശ്യമായ പഠിപ്പ് മുടക്കൽ അല്ലെങ്കിൽ അനാവശ്യമായ സംഘർഷങ്ങൾ, ഇതിനെയൊന്നും എൻ്റെ അറിവിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും വളരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുമില്ല. അനാവശ്യമായിട്ടുള്ള ഈ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ചില സ്ഥാപിത താല്പര്യക്കാർ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള സത്യവാങ്മൂലം സർക്കാരിനെ ഉപയോഗിച്ച് കൊടുക്കുന്നതാണ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഏറ്റവും ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്, ഇന്ന് കേരളത്തിൻ്റെ ഭരണം കൈയാളുന്ന ആളുകൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ നാടിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നവരാണ്. ഈ ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യത്തിന് കൂട്ടുനിൽക്കുന്നത് ഏറെ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. 2, വിദ്യാർത്ഥി സംഘടനകൾ പിൻവാങ്ങിയാൽ ഇവിടം കൈയാളുന്നത് ഏതൊക്കെ തരത്തിലുള്ള ആളുകളായിരിക്കും? 1, മതതീവ്രവാദ സംഘടനകൾ, 2, കഞ്ചാവ് മദ്യമയക്കുമരുന്ന് മാഫിയകൾ. ഇതൊക്കെ ഒരു നാടിൻ്റെ വികസനത്തിന് ഉതകുന്ന ഗുണകരമായിട്ടുള്ള സംഭവങ്ങളാണോ എന്ന് ഈ സത്യവാങ്മൂലം കൊടുത്ത സർക്കാർ തന്നെ ഉത്തരം പറയണം. സഫീർ ഷാ, ഈ കാര്യത്തിലുള്ള നിലപാടൊന്ന് വ്യക്തമാക്കിക്കൊണ്ട്. കോടതി വിധി യഥാർത്ഥത്തിൽ വളരെ അപ്രായോഗികമായ ഒരു വിധിയാണ്. കോടതി വിധി ഒരിക്കലും നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത വിധിയാണ്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് 18 വയസ്സ് തികഞ്ഞ ഒരു മുതിർന്ന പൗരൻ്റെ രാഷ്ട്രീയത്തെ നിരോധിക്കാൻ ഒരു കോടതിക്കും സാധ്യമല്ല. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന, മനുഷ്യൻ എന്ന നിലക്ക് വളരെ നൈസർഗികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുക, സാമൂഹികമായ നന്മയ്ക്ക് വേണ്ടി സംഘടിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കോടതി വിധി എന്ന് പറയുന്നത് വളരെ അപ്രായോഗികമായ, നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാധ്യതയില്ല എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സോജൻ ഫ്രാൻസിസ് കേസിലെ വിധി വരുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി ആ ഹർജി പരിഗണിച്ചില്ല. അത് സോജൻ ഫ്രാൻസിസ് കേസിൽ ഹൈക്കോടതിയുടെ അതേ തീരുമാനം തന്നെ നിലനിൽക്കുന്നു. വേണമെങ്കിൽ സംഘടനകളെ നിരോധിക്കാനുള്ള അവകാശം ആ കോളേജ് അധികൃതർക്കുണ്ട്. പിന്നെ എവിടെയാണ് അത് അപ്രായോഗികമാവുന്നത്? ഇന്ന് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നു സത്യവാങ്മൂലം, ഞങ്ങൾ നിരോധിക്കാൻ പോകുന്നു, ഇത്തരത്തിലുള്ള സമരങ്ങൾ പൂർണ്ണമായും നിരോധിക്കാൻ പോകുന്നു. പ്രിൻസിപ്പൽ വിചാരിച്ചാൽ അത് എങ്ങനെയാണ് അപ്രായോഗികമാവാതിരിക്കുന്നത്?